ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പൊ 2-3 വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങളൊരു സാധനം വാങ്ങിക്കാൻ പോവാണെന്ന്. ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് ഗൈസ്. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ അത് സാധിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ രാത്രി ഒരു 7-7:30 ആയി കാണും. നമ്മൾ ഇന്നലെ പോയിട്ട് കാര്യം സാധിച്ചില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് പോയി അത് വാങ്ങിക്കാൻ പോവാണേ. അപ്പൊ തൃപ്പൂണിത്തറയില് ഒരു കടയിലാണ് വാങ്ങിക്കാൻ പോകുന്നത്. എന്താണെന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും ഇത്. ഈ ആഗ്രഹം സഫലമാകുന്ന ഒരു വീഡിയോ ഒക്കെ ഇല്ലേ, എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല, കാരണം എനിക്ക് അത്രയും സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞപ്പാ, നമുക്ക് വാങ്ങിക്കാൻ പോയാലോ? എന്താണെന്ന് പറയല്ലേ, ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ അവനോട് പറഞ്ഞു. ഇടാ മിണ്ടല്ലേടാ, ഇപ്പൊ പറയില്ലേ, നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു കൊടുക്കാം അവരെ സർപ്രൈസ് ആയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? കുഞ്ഞപ്പം ഭയങ്കര സന്തോഷത്തിരിക്കാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ യാത്ര ആരംഭിച്ചു കേട്ടോ. പോകുന്ന വഴി ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാറിലിരുന്ന് ഇങ്ങനെ ഞാൻ കാണുവാണ്. അപ്പോൾ പോകുന്ന വഴി നല്ല തിരക്കുണ്ട്, ബ്ലോക്കൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ ഉത്സവത്തിൻ്റെ സീസണൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് 2ാമത്തെ ബ്ലോക്കാണ്. നേരത്തെ കണ്ടത് ആദ്യത്തെ ബ്ലോക്കാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ 8:30-ക്കുള്ളിൽ അവിടെ എത്തണം. 8:30-9 മണി വരെ ഉള്ളു തൃപ്പൂണിത്തറയിൽ ഈ കട. അപ്പോൾ കുഞ്ഞപ്പൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ കടയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. നമ്മൾ തലേ ദിവസവും ചെന്നതാണ്. തലേ ദിവസം ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഫ്ലാറ്റ് കണ്ടില്ലേ, അതിൻ്റെ അത് ലാലേട്ടനുണ്ട്. ലാലേട്ടൻ അവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ പറയായിരുന്നു കേട്ടോ ചേട്ടൻ ഇരുന്ന്. അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്താണ്. കുഞ്ഞപ്പനാണെങ്കിൽ ബിഗ് ബോസിൻ്റെ വീട് അവിടെയാണോ, ബിഗ് ബോസിൻ്റെ വീട് അവിടെയാണോ? ലാലേട്ടനെ കുഞ്ഞപ്പൻ ബിഗ് ബോസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടയുടെ അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കട. നെക്സ്റ്റ് റൂ എന്നാണ്, കണ്ട മോളി ബോർഡ് കണ്ടില്ലേ, നെക്സ്റ്റ് റൂ എന്നാണ് പേര്. നമ്മുടെ തൃപ്പൂണിത്തറ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ കട. നമ്മൾ തലേ ദിവസം പോയത് കൊണ്ട് തന്നെ കുഞ്ഞപ്പൻ അവിടുത്തെ സ്റ്റാഫുമായിട്ടൊക്കെ നല്ല കമ്പനിയാണ്. അവൻ ഓരോ സാധനം എവിടെ ഇരിക്കണമെന്ന് വരെ അറിയാം. ഓടിച്ചെന്ന് അവന്റെ കളി തുടങ്ങി. നമ്മളെ കടയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ സാധനം ഇവിടുത്തെ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. കുഞ്ഞെ ഇല്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഷോർട്സ് കണ്ടവർക്ക് അറിയായിരിക്കും. ഇവരിവിടെ വന്ന ഇതാണ് ഗൈസ് പണി. കുഞ്ഞിപ്പാ എന്തെങ്കിലും പണി കളിക്കുവാണോ? ഇങ്ങോട്ട് വാ. ഞാൻ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടേ. നമ്മുടെ അടുത്ത അമ്പലത്തിൽ ഉത്സവമായിരുന്നു. കുഞ്ഞപ്പന അംഗനവാടിയിൽ നിന്ന് വിളിച്ചോണ്ട് വരുന്ന വഴി എനിക്ക് അവിടെ ഒരു ചേച്ചി മുല്ലപ്പൂ തന്നതാണ്. ആ മുല്ലപ്പൂ വെച്ചേക്കാൻ നോക്കണ്ട, മുല്ലപ്പൂ അല്ല ഇത്, ഞാൻ മല്ലിപ്പൂ. അമ്മ അങ്ങനെ എന്തോ പറഞ്ഞത്, മുല്ലപ്പൂ അല്ല ശരി. കുറെ വർഷങ്ങൾക്ക് ശേഷം വെച്ചതാണ്. എന്താണെങ്കിലും സാധനം മേടിക്കാവുന്നതല്ലേ, അപ്പൊ കുറച്ച് വെറൈറ്റി ആകാന്ന് ഓർത്ത്. നല്ല ടെൻഷൻ ഉണ്ട്. അപ്പൊ ഗൈസ്, എന്താണെന്ന് കൂടുതൽ വെച്ച് സസ്പെൻസ് അടുപ്പിക്കുന്നില്ല. ഇതാണ് സംഭവം കേട്ടോ. ചേട്ടാ ഇത് എന്തെന്നാണ്? ലാപ്ടോപ്പ്. അപ്പൊ ഞാൻ 2-3 ഷോർട്സ് ഇട്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ. ലാപ്ടോപ്പാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. അതിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ചേട്ടാ ഇപ്പോൾ നിറവേറിയിരിക്കുന്നത്. ചേട്ടന്റെ പേര് പറഞ്ഞോ? ഹനീഷ് എന്നാണ്. ഷോപ്പ് എവിടെയാണ് ചേട്ടാ? തൃപ്പൂണിത്തറ ബസ് സ്റ്റാൻഡിലാണ്. നെക്സ്റ്റ് റൂ എന്നാണ് ഷോപ്പിന്റെ പേര് അല്ലെ, നെക്സ്റ്റ് റൂ. ചേട്ടന്റെ ഡീറ്റെയിൽസും നമ്പറും എല്ലാം ഞാൻ കൊടുത്തേക്കാം കേട്ടോ. കുഞ്ഞപ്പന്റെ അച്ഛന്റെ കൂട്ടുകാരനാണ്. ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഇവിടുന്ന് വാങ്ങിക്കാറുള്ളൂ. അടിപൊളിയാണ്. ഞാൻ ഈ ഷോർട്സ് ഇടുന്നതും വീഡിയോ ഇടുന്നതും എല്ലാ ഫോണും, ഷോർട്സും വീഡിയോ ഒക്കെ ഇടുന്ന ഫോണും ഇവിടുന്ന് തന്നെ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പൊ ഗൈസ്, ഇത് നമുക്ക് കൈയോടെ അൺബോക്സ് ചെയ്ത് നോക്കിട്ട് പോയാലോ? തുറന്നു നോക്കിയാലോ കേട്ടോ? നമുക്ക് തുറന്നു നോക്കാം. കുഞ്ഞപ്പ ഇവിടെ ഭയങ്കര ബിസിയാണ് ഗൈസ്. ഞാൻ മറ്റേ ഷോർട്സിൽ കാണിച്ചില്ലേ, ഇതെല്ലാം മറ്റേ ഡമ്മി ഫോണാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതെടുത്ത് കളിയാണ് ഇവന്റെ മെയിൻ പണി. കുഞ്ഞെ ബാ, നമ്മൾ എന്തിനാ വന്നത്? എന്തിനാ വന്ന? ഐഫോൺ മേടിക്കാൻ, നല്ല ലാപ്ടോപ്പ് മേടിക്കാൻ. തുറന്നു നോക്കിയാലോ? ആ വാ. ഭയങ്കര പ്രൊട്ടക്ഷനിലാണ് വെച്ചിരിക്കുന്നത്. ആ ഇത് വലിച്ചെടുക്കണേ. ഇത് വാറണ്ടി ഗ്യാരണ്ടി പേപ്പർ ഉണ്ടാവും. ഇതിന് ഈ പ്ലാസ്റ്റിക് പൊട്ടിക്കുന്നു. കുഞ്ഞമ്മ നമ്മുടെ ലാപ്ടോപ്പ് ഇതാ. കുഞ്ഞപ്പനെ ഭയങ്കര സന്തോഷായി.
ഇപ്പഴാണ് എന്റെ സാധനം നേരിട്ട് കാണുന്നത്. ഇപ്പഴാണ്, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ഒരു നേവി ബ്ലൂ കളറാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തുറക്കാം. കുഞ്ഞ് ഇവിടെ വെച്ച് തുറപ്പിക്കട്ടെ. അവന് തുറക്കണമെന്ന്. അപ്പൊ കുഞ്ഞപ്പന് തന്നെ തുറക്കണമെന്ന് അവനൊരു ഇത്. നിൽക്കാൻ നോക്കട്ടെ. നമ്മളിവിടെ ഇരിക്കാം. പയ്യയില്ലേ, പയ്യെ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് കൈ കൊണ്ട് പിടി. പയ്യെ പൊക്ക്. ഇവിടെ പയ്യെ പൊക്കിക്കോ. പയ്യെ നെക്കി പൊട്ടിക്കല്ലേ. കുഞ്ഞപ്പഴന് ഇപ്പഴേ നെക്ക് തുടങ്ങി ഗൈസ്. കുഞ്ഞെ പതുക്കെ പയ്യെ. ഇനിയുണ്ട് വന്നാ? ഇത് ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണം പോലെ നിനക്ക് ഇനിയും വേണോ? അവൻ ചോദിക്കുമ്പോ ഇനിയും ഇല്ലേന്ന്. അങ്ങോട്ട് നോക്കി പറഞ്ഞേ, അവരോട് പറഞ്ഞേ ഗൈസ് ഞങ്ങൾ ലാപ്ടോപ്പ് വാങ്ങിച്ചു ഗൈസ്. പറ അങ്ങോട്ട് നോക്കി പറ മര്യാദ. ഓ ഇവിടെ ലാപ്ടോപ്പിന്റെ ഫോട്ടോ ഉണ്ട്. കവർ കാണാം. ഓണായിരിക്കാണ് ഗൈസ്. കുഞ്ഞപ്പാ ഓണായിട്ടുണ്ട്, തുടരുത് കേട്ടാ. ദേ അമ്മ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം തെളിഞ്ഞ് കാണിക്കും കേട്ടാ. ഇതിന്റെ കൂടെയുള്ള ബാഗാണ്, ലാപ്ടോപ്പ് ബാഗ് അല്ലേ? ഇതിനകത്ത് HP എഴുതിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ബാഗിന്റെ കൂടെ HP-യുടെ ലാപ്ടോപ്പ് ആണ് കേട്ടോ. എന്തോ ഓക്കെ ഗൈസ്. അപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് ഓൺ ആയിരിക്കാണ്. ബാഗ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അത് ഓണായി. ഇനി എന്തായിട്ടാ എന്തൊക്കെയോ ചെയ്യണമെന്ന് ചേട്ടൻ പറയുന്നുണ്ട്. വരും നമുക്ക് നോക്കാം ഗൈസ്. എല്ലാം കഴിഞ്ഞപ്പോ എനിക്കൊരു സർപ്രൈസ് വീട്ടിൽ കിട്ടി ഗൈസ്. ചേട്ടൻ തന്നാണ് കേട്ടോ ഈ സംഭവം. ഹെഡ്സെറ്റ് അല്ലേ? ഹെഡ്സെറ്റ് എന്നല്ലേ പറയാം. ഇതാണ് സംഭവം. ഇത് ഞാൻ വെച്ച് നോക്കട്ടെ. എന്റെ ചെവിക്ക് ഇല്ല. അപ്പൊ ഗൈസ് ചേട്ടൻ ഗിഫ്റ്റ് ആയിട്ട് ഇതും കൂടി തന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പൊ ഗൈസ് ഫോൺ വേണമെങ്കിലും ലാപ്ടോപ്പ് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചേട്ടന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കാം. ഇങ്ങോട്ട് വന്നാൽ മതി. തൃപ്പൂണിത്തറയില് ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ്. ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ്. ഈ കടയിൽ എന്തൊക്കെയാ ഉള്ളത്? ഫോണ്, ലാപ്ടോപ്പ്, TV, ഫ്രിഡ്ജ് എല്ലാം ഉണ്ടാ. ചേട്ടന്റെ വേറെ ഷോപ്പും കൂടി ഉണ്ട്. അതാണ് ചേട്ടൻ അങ്ങനെ പറഞ്ഞത്. TV, ഫ്രിഡ്ജ് എന്ത് വേണമെങ്കിലും ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ബൈ ചേട്ടാ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഗൈസ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് എല്ലാരെയും കാണിക്കണം. അപ്പൊ ഒരുപാട് സന്തോഷായി. പിന്നെന്താ, പിന്നെ ഞങ്ങളിവിടെ 2 എണ്ണങ്ങളുണ്ട്. അതുങ്ങൾക്ക് ചെലവ് കൊടുക്കണം. കാണിച്ച് ജോയ് ചേട്ടനും ചെടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് ഇത് വാങ്ങിച്ചതിന്റെ ചെലവ്. പിന്നെ ഒന്ന് വൈൻഡപ്പ് പറഞ്ഞേടാ. അടുത്ത വീഡിയോ ആയിട്ട് വരാന്ന് പറ. ഞങ്ങള് കുഴിമന്തി കഴിക്കാൻ പോകും അടുത്ത വീഡിയോ ആയിട്ട് വരാന്ന്. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ. അത് എടുത്തു വെച്ചാ അപ്പൊ ഗൈസ് ഇതുങ്ങളെയും പൊക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ് ചെലവ് കൊടുക്കാൻ. ചേട്ടപ്പാ ഒരു പ്രസന്റ് പറഞ്ഞേ. പ്രസന്റ് സാർ ജോബ് ചേട്ടാ. കുഞ്ഞ് അച്ഛയാണ്, കുഞ്ഞപ്പന്റെ അച്ഛയാണ് ഗൈസ് അത്. അപ്പൊ അതേ കുഞ്ഞപ്പന് ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞേ നമ്മളെന്താ കഴിക്കാൻ പോണേ? ഇതെന്താ? ഓ അൽഫാം കുഴിമന്തി. അത് പറയാനാണ് ആ സമയം എടുത്തത്. അൽഫാം എന്ന് പറയാൻ വേണ്ടി. ഫോണിൽ കളിയാണ് ഗൈസ്. അച്ഛൻ മാത്രം പറഞ്ഞില്ല, അതിനു മുമ്പ് ഫോൺ എടുത്ത് വെയ്യവിടാ. കണ്ട ഗൈസ് രണ്ടുപേരും ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ചേട്ടാ ദിസ് ഇസ് നോട്ട് ഗുഡ്. വി ആർ ഗോയിങ് ടു ഈറ്റ്. എൻ്റെ പൊന്നെ അത് പൊട്ടിക്കും നിലത്തിട്ട്. കുഞ്ഞപ്പം മാത്രം നല്ല കുട്ടിയായിട്ട് ഫോണിൽ കളിക്കാണ്ടിരിക്കുകയാണ് ഗൈസ്. കുഴിമന്തി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാത്തിരുന്നു അച്ഛയുടെ ചിരി നോക്കട്ടെ. കുക്കുമ്പറാണ് കുഞ്ഞപ്പനെ ഏറ്റവും ഇഷ്ടം. വന്നപ്പോ തന്നെ അത് എടുത്തു കേട്ടോ. കുക്കുമ്പറ
നിങ്ങൾക്ക് ചെറുതരാവുന്നല്ലേ ഞങ്ങൾ കുഞ്ചോപ്പ കഴിച്ചിട്ടില്ലെന്ന് പറ. ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഭയങ്കര തിരക്കാണ്. കഴിക്കട്ടെ കേട്ടോ, കഴിച്ചിട്ട് വരാമേ. ബൈ.